ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും അപ്പോൾ ഹാപ്പി ഓണം. നമ്മുടെ വീട്ടിൽ അത്തപ്പൂ ഇട്ടതിൻ്റെ മാരക ട്രാൻസിഷനാണ് ഈ കാണുന്നത്. കുറച്ച് പൂവേ ഉണ്ടായിരുന്നുള്ളൂ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ഇവിടെ ഉള്ളൊരു ചേച്ചിയും അനിയനുമായിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. ഞങ്ങളങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു ദിവസമായിട്ട് രാവിലെ മഴയൊക്കെ ആയിരുന്നു. ഞങ്ങളങ്ങനെ അമ്പലത്തിൽ പോയി. ഇതാണ്ട് സുഞ്ചി ചേച്ചിയും ഭയങ്കര സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്യൂഷൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ മുരുകൻ അമ്പലത്തിലെ അത്തപ്പൂവാണ്. അവിടെ തൊഴുതിട്ട് നമ്മൾ ദേവി അമ്പലത്തിലും വന്നിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ല അടിപൊളിയായിട്ട് അത്തപ്പൂവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴയായിപ്പോയി ഇന്ത്യ. നമുക്ക് അടുത്ത ദിവസം നന്ദൂട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മേലത്തെ ചേട്ടന്മാരെയൊക്കെ വിളിച്ച് നന്ദൂട്ടൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുവാണ്. അവൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അനുചേട്ടൻ്റെ ഇരിക്കുന്ന ഫോണ് 17 പ്രോയും അരുൺ ചേട്ടൻ്റെ വിവോ X200ഉം. അപ്പോൾ രണ്ടിൻ്റെയും ക്യാമറയുടെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു നമ്മൾ. അങ്ങനെ നന്ദൂട്ടൻ്റെ കോസ്റ്റ്യൂമൊക്കെ മാറി പല ആംഗിളിലും പല സ്ഥലത്ത് നിന്നും കിടിലം ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വല്യച്ഛൻ അതുവഴി പോയപ്പോൾ വല്യച്ഛനെയും കൂടെ പിടിച്ചു നിർത്തി നന്ദൂട്ടൻ ഫോട്ടോ എടുത്തു. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീടിൻ്റെ മുകളിലെ സൈഡിലോട്ടായി ഫോട്ടോഷൂട്ട് ബൈക്കിലൊക്കെ. പിന്നെ നന്ദൂട്ടനും അരുൺ ചേട്ടനും കൂടെ നിന്ന് എന്തൊക്കെയോ മാരകമായിട്ടുള്ള കഥ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ അനുചേട്ടൻ വണ്ടിയും കൊണ്ട് ഒരു റൗണ്ട് ഓട്ടിച്ചിട്ടൊക്കെ വരുന്നു. അപ്പോഴേക്കും നാട്ടിലില്ലാത്ത പപ്പുചേട്ടനെ കിട്ടി. പിന്നെ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. അനുചേട്ടൻ എൻ്റെ എന്തൊക്കെയോ വീഡിയോസൊക്കെ കുറേ എടുത്തുകൊണ്ട് നിന്ന്. നല്ല ഫോട്ടോസ് കിട്ടിയപ്പോൾ നമ്മൾ 100% ഹാപ്പി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.